ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 8 ആണ്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. അതിൽ നമ്മളിനി ബാക്കി ചെയ്യാനായിട്ട് പോകുന്നത് എക്സസൈസ് 8.1 ആണ്. അതിൽ നമുക്കൊരു ഫസ്റ്റ് സെക്ഷനിൽ നമുക്കൊരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി എ ബി ഈക്വൽ ടു 24, ബി സി ഈക്വൽ ടു 7 cm. ഡിറ്റർമൈൻ first one sin A cos A and second one sin C and cos C. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ ട്രയാങ്കിൾ എ ബി സി ആണ്, റൈറ്റ് ആംഗിൾ ടു ബി. എവിടെയുണ്ട്? ബി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് വരുന്നത്? റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ എയും ബിയും നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇത് എയും ഇത് ബിയും ഇത് സിയും ആയിട്ട് എടുത്തു. ഓക്കെ, എന്തായാലും റൈറ്റ് ആംഗിളിൻ്റെ സൈഡിൽ അവിടെ ആര് തന്നെ വരണം? ബി തന്നെ വരണം. അതിൽ എ ബിയുടെ ലെങ്ത് എത്രയാണ്? എ ബി 24 ആണ്. 24. നെക്സ്റ്റ് വൺ ബി സി എത്രയുണ്ട്? 7 ആണ്. നമുക്ക് ആദ്യം സൈനയും കോസയും ആണ് വേണ്ടത്. അപ്പോൾ സൈനയും കോസയൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്ന സൈഡ് വേണം അല്ലേ? അപ്പോൾ എ സി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്ട? ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലേ? ഇവിടെ ബേസ് ആരാണ്ട? 24 ആണ്. 24ൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 7ൻ്റെ സ്ക്വയർ ആണ്. ദെൻ 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്ട? 576 പ്ലസ് 7ൻ്റെ സ്ക്വയർ 49 ആണല്ലേ? രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 625 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും അല്ലേ? റൂട്ട് 625ൻ്റെ ആൻസർ 25 ആണ്. അതായത് എ സിയുടെ ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈനയും കോസയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൈന എത്ര ആയിരിക്കും? സൈന എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ആരാണ്? 7 ആണ്. അപ്പോൾ 7 ബൈ ഹൈപ്പോട്ടനസ് ആരാണ്? 25 ആണ്. അപ്പോൾ 7/25. ഇനി വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്താണ്? കോസെ എന്തായിരിക്കും? കോസെ എന്ന് പറയുമ്പോൾ അഡ്ജസൻ്റ് ആരാണ്? 24ഉം അഡ്ജസൻ്റ് ആണ്, 25ഉം അഡ്ജസൻ്റ് ആണ്. പക്ഷേ 25 ഓൾറെഡി എന്താണ്ട? ഹൈപ്പോട്ടനസ് അല്ലേ? നമ്മൾ തന്നെ എടുക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 24നെ എടുക്കും. അപ്പോൾ 24 ബൈ ഹൈപ്പോട്ടനസ് ആരാണ്ട? 25 ആണ്. ഇനി വീണ്ടും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പാർട്ട് സൈൻ സിയും കോസ് സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ സൈൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആരാണ്ട? സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 24 ആണ്. എത്രയാണ്ട? 24. അപ്പോൾ സൈൻ സി എന്ന് പറയുമ്പോൾ എന്താണ്? 24 ബൈ ഹൈപ്പോട്ടനസ് ആരാണ്? 25. ഇനി കോസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന എന്താണ് അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്ട? 7 ആണ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്ട? 7 ആണ്. സോ 7/25 ആണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒന്നാമത്തെ പാർട്ടിൻ്റെയും രണ്ടാമത്തെ പാർട്ടിൻ്റെയും എന്താടാ? ആൻസറായി. ഇനി നമുക്ക് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇൻ ഫിഗർ 8.13 എന്താ ഇവിടെ ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ നമുക്ക് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ടാൻ പി മൈനസ് കോട്ട് ആർ. അപ്പോൾ ടാൻ പിയും കോട്ട് ആറും കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ്, അതായത് ക്യു ആർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ക്യു ആർ എന്നാൽ ഇവിടെ ആരാണ്ട? ബേസ് ആണ്. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടനസ് ആരാണ്ട? ഹൈപ്പോട്ടനസ് ഇവിടെ ആരാണ്? 13 ആണല്ലേ? അപ്പോൾ 13 സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് 12ൻ്റെ സ്ക്വയർ ആണ്. സോ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 മൈനസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144. മൈനസ് നമുക്ക് ആൻസർ എത്ര കിട്ടും? 25 കിട്ടും. പക്ഷെ നമുക്ക് ബേസ് സ്ക്വയർ അല്ല വേണ്ടത്, നമുക്ക് ബേസ് അല്ലേ വേണ്ടത്. അപ്പോൾ സ്ക്വയർ ഇപ്പുറത്തിടുമ്പോൾ എന്താവൂടാ? റൂട്ടാവും. റൂട്ട് 25ൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പം നമുക്കിവിടെ ബേസ് ആയിട്ടുള്ള ക്യു ആർ എത്ര എന്ന് കിട്ടി? 5 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ പി എടുക്കാം. അപ്പോൾ പി എടുക്കുമ്പോൾ ഇവിടെ ടാൻ പി എന്തായിരിക്കും? ടാൻ പി എന്തായിരിക്കും? പിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ്ട? പിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 5ഉം അഡ്ജസൻ്റ് ആരാണ്? 12ഉം ആണ്. അപ്പോൾ 5/12. ഇനി വീണ്ടും നമ്മുടെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് കോട്ട് ആർ ആണ്. കോട്ട് ആർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ടാൻ ആർ കണ്ടുപിടിക്കണം. ടാൻ ആറിലേക്ക് പോകുമ്പോൾ ആറിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 12 ആണ് അല്ലേ? 12 അഡ്ജസൻ്റ് ആരാണ്ട്? അഡ്ജസൻ്റ് 5 ആണ്. 12/5. പക്ഷെ നമുക്ക് വേണ്ടത് ടാൻ ആർ അല്ല. അപ്പോൾ എന്താണ്? കോട്ട് ആർ ആണ് വേണ്ടത്. കോട്ട് ആർ എന്തായിരിക്കും ഇവിടെ?
നേരെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. 12/5ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 5/12 എന്നാവും. അപ്പോൾ നമുക്കിവിടെ ടാൻ ബിയും കോട്ട് ആറും എന്ത് ചെയ്ത് കഴിഞ്ഞു? കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ട ആവശ്യമുള്ള ആളാരാണ്ടാ? നമുക്ക് ആവശ്യമുള്ളത് ടാൻ പി മൈനസ് കോട്ട് ആറാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ടാൻ പിയുടെ വാല്യൂ എന്താണ്ടാ? 5/12 മൈനസ് കോട്ട് ആറിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 5/12. 5/12 നിന്ന് 5/12 പോയി നമുക്ക് എന്ത് കിട്ടും? ആനമുട്ട കിട്ടുക. 0 ആണെന്ന് കിട്ടും ആൻസർ. ഓക്കെ, വളരെ ഈസിയാണ് ഈ ഒരു പ്രോബ്ലം. നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തൊരു ദിവസം നോക്കിക്കേട്ടാ, മൂന്നാമത്തെ ദിവസം നോക്കി. സൈനയുടെ വാല്യൂ എത്രയാണ്? 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാണ്? കോസയും ടാനയും കണ്ടുപിടിക്കണം. വളരെ ഈസി. സൈൻ എ നമുക്കിതിനെ എ ആയിട്ട് എടുക്കാം. സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണസ് അല്ലേ. അപ്പോൾ ഈ 3 എന്താണ്? 3 ഓപ്പോസിറ്റ് വരുന്നതും 4 എന്താണ്? ഹൈപ്പോണസും ആയിരിക്കും അല്ലേ. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് ഇതാണ്, എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. അത് എത്രയാണ്ടാ? 3 ആണ്. ഇനി ഹൈപ്പോണസ് ആരാണ്? 90ക്ക് ഓപ്പോസിറ്റ് വരുന്നില്ല, എത്രയായിരിക്കും? ഇത് ഫോർവേഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ താഴെ ബേസ് കണ്ടുപിടിക്കാമല്ലോ. ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോണസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോണസ് ആരാണ്ടാ? 4 ആണ്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 16. സോ ആൻസർ 16 മൈനസ് 3 സ്ക്വയർ 9. 16 മൈനസ് 9 7 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? സ്ക്വയർപ്പെടുത്തിടുമ്പോൾ എന്താ? ഇവിടെ റൂട്ട് ആകുമല്ലോ, √7. അപ്പോൾ ഇവിടെ ബേസ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? √7 എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്ടാ? ഇതിൽ നമുക്ക് വേണ്ടത് കോസ് എ എന്തായിരിക്കും? കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോണസ് അല്ലേ. അപ്പോൾ എയുടെ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്ടാ? √7 അല്ലേ. അപ്പോൾ √7 ബൈ ഹൈപ്പോണസ് ആരാണ്? 4. √7/4. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആവശ്യമുള്ളത് ആരാണ്? ടാൻ എ ആണ്. ടാൻ എ എന്തായിരിക്കും? ടാൻ എ അതും ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. എയുടെ ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ്ട്? 3 ആണല്ലേ. അപ്പോൾ 3 ബൈ അഡ്ജസൻ്റ് ആരാണ്? √7. ആൻസർ 3/√7. ഇത്രയേ ഉള്ളൂ. വളരെയധികം സിമ്പിളാണ്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 15 കോട്ട് എ ഈക്വൽ ടു എന്താണ്ട? 8 ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് എ എന്തായിരിക്കും? ഇൻറ്റു 15 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവുമല്ലോ. 8/50. കോട്ട് എ 8/15 ആണെങ്കിൽ ടാൻ എ എന്തായിരിക്കും? ഇവിടെ ടാൻ എ ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ 8/15ൻ്റെ റെസിപ്രോക്കൽ എന്താണ്ട? 15/8 എന്ന് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ആംഗിൾ എ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ ടാൻ എ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഇതിലടാ. ഈ ഒരു സൈഡ് എത്രയായിരിക്കും? ഇത് 15ഉം അഡ്ജസൻ്റ് സൈഡ് എത്രയായിരിക്കും? 8ഉം ആയിരിക്കും അല്ലേ. ഇപ്പോൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇതും അഡ്ജസൻ്റ് സൈഡ് ഇതുമാണ്. നമുക്ക് 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. നമുക്ക് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് സൈൻ എ ആൻഡ് സി കെ. സൈൻ എയും കണ്ടുപിടിക്കണം, സി കെയും വേണം. അപ്പോൾ സൈനും സീക്കും എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ആരെ വേണം? ഈ പറയുന്ന ഹൈപ്പോണസ് ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോണസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോണസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്ടാ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ബേസ് ആരാണ്? 8 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ആരാണ്ടാ? 15 സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 പ്ലസ് 15 സ്ക്വയർ 225 എന്ന് കിട്ടും. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 549 289 എന്ന് കിട്ടും. ദെൻ ഹൈപ്പോണസ് സ്ക്വയർ ആണ് 289. അങ്ങനെ ഹൈപ്പോണസ് എന്തായിരിക്കും? കൂടെ √289 ആൻസർ നമുക്ക് എന്ത് കിട്ടും? 17 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 എന്ന് കിട്ടിയല്ലേ. നമ്മുടെയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? സൈനയും സി കെയും ആണ്. സൈനെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. സൈനയുടെ വാല്യൂ എന്താണ്? സൈനെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണസിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്ടാ? 15ഉം ഹൈപ്പോണസ് ആരാണ്? 17ഉം ആണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള സി കെ ആണ്. സി കെ ചോദിച്ചാൽ നമ്മൾ നേരെ എന്താണ്? കോസെ അങ്ങ് എഴുതുക. കോസെ എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസൻ്റ് ആരാണ്? 8 ആണ്. 8 ബൈ ഹൈപ്പോണസ് ആരാണ്? 17 ആണ്. പക്ഷേ നമുക്ക് സൈനെ ആവശ്യമുണ്ട്, കോസെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഇനി നമുക്ക് ആവശ്യം ആരാണ്? സി കെ ആണ്. അപ്പോൾ സി കെ എന്ന് പറയുന്നത് എന്താണ്? കോസെ നേരെ എന്ത് ചെയ്യാൻ? റെസിപ്രോക്കൽ എടുക്കുക. 8/7 റെസിപ്രോക്കൽ എന്താണ്? 17/8 എന്നുള്ള ആൻസർ കിട്ടും. സോ എന്താണ്? അതിൻ്റെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സീക്ക് തീറ്റ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാൻ പോകുന്നത്. സീക്ക് തീറ്റ എത്രയാണ് ഇവിടെ? 13/12 ആണ്.
സീക്ക് തീറ്റ 13/12 ആണെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും ഇവിടെ? നേരെ അതിൻ്റെ റെസിപ്രോക്കൽ 13/12ൻ്റെ റെസിപ്രോക്കൽ എന്താണ്ട 12/13. നമുക്ക് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് സൈഡ്. അഡ്ജസൻ്റ് ഇവിടെ ആരാണ് ആദ്യം? 12. ഇവിടെ ഏതാണ് അഡ്ജസൻ്റ്? ഏതാണ്ട് തീറ്റയോട് അടുത്ത് കിടക്കുന്ന സൈഡ് ഇതാണ് 12 ആണ്. അപ്പോൾ എന്താണ് അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോണൂസ്. ഹൈപ്പോണൂസ് ഇതല്ലേ? അത് എത്രയാണ്ട? 13 ആണ്, 13 ആണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ഓൾ അതർ ട്രിഗണോമെട്രി റേഷ്യോസ്. എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതായത് സൈന്, കോസ്, ടാന്, കൊസീക്ക്. സീക്ക് ഓൾറെഡി നമുക്ക് അറിയാം. നമുക്ക് എന്ത് വേണം? കോട്ട് വേണം. അതിൽ കോസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആര് വേണം? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം വേണം അല്ലേ? അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോണസ് സ്ക്വയർ മൈനസ് എന്താണ്ട ബേസ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോണസ് ആയിട്ട് വന്നിട്ടുള്ള ആരാണ്? 13 ആണ്. 13 സ്ക്വയർ മൈനസ് ബേസ് ആരാണ്ട? 12 അല്ലേ? 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 മൈനസ് 12ൻ്റെ സ്ക്വയർ 144. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ പറയുന്ന ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണോ നമുക്ക് വേണ്ടത്? ആൾട്ടിറ്റ്യൂഡ് ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് ആൾട്ടിറ്റ്യൂഡ് ആണല്ലേ വേണ്ടത്. അപ്പോൾ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? √25. √25ൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഇവിടെ എത്രയാണ്? 5 ആണ്. ഇനി വളരെയധികം ഈസിയാണ്. ഒന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. വളരെയധികം ഈസിയാണ്. നമുക്ക് സൈൻ തീറ്റ, നിങ്ങൾ തന്നെ ആൻസർ പറയും. സൈൻ തീറ്റ ആൻസർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആരാണ്ട? 5 ആണ്. അതാണ് ഹൈപ്പോണസ് ആരാണ്? 13 ആണ് അല്ലേ? അപ്പോൾ 5/13. കോസ് തീറ്റ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ആരാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എന്താണ്? 12/13. ടാൻ തീറ്റ എന്തായിരിക്കും കൂടെ? ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് ആരാണ്? 5 ആണ്. അഡ്ജസൻ്റ് 12 ആണ്. സൈനും കോസും ടാനും അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് കൊസീക്ക് തീറ്റ. 5/13ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും കൂടെ ആൻസർ? 13/5. കോസ് തീറ്റ 12/13 ആണെങ്കിൽ സീക്ക് തീറ്റ അത് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? 13/12. ടാൻ തീറ്റ 5/12 ആണെങ്കിൽ കോട്ട് തീറ്റ എന്താണ്? കോട്ട് തീറ്റ 12/5. എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത ദിവസം നോക്കിക്കട. ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾസ് സച്ച് ദാറ്റ് കോസ് എ ഈക്വൽ ടു കോസ് ബി ദെൻ ഷോ ദാറ്റ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ എടുക്കാം. അതിൽ 2 അക്യൂട്ട് ആംഗിളാണ് എയും ബിയും. അപ്പോൾ ഇത് 90 ആയിരിക്കുമല്ലോ, നമുക്ക് അതിനെ സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്ടാ? അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90യേക്കാളും എന്താണ് താഴെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് രണ്ടും എയും ബിയും എന്താണ്? അക്യൂട്ട് ആംഗിൾസ് ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. അതുപോലെ കോസ് എയും കോസ് ബിയുടെയും വാല്യൂ അല്ലേ? കോസ് എ ഈക്വൽ ടു എന്താണ്? കോസ് ബി. അപ്പോൾ ഇവിടെ കോസ് എ എന്ന് പറയുന്നതാണ് എയുടെ ഓപ്പോസിറ്റ്. എയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്ട് ബി സി അല്ലേ? സോറി, കോസ് എ എന്ന് പറയുമ്പോൾ എന്താണ്ട് അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണല്ലേ? അപ്പോൾ എയുടെ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണത്? എ സി. അപ്പോൾ എ സി ബൈ ഹൈപ്പോട്ടനൂസ് ആരാണ്ട? എ ബി ആണ്. എ സി ബൈ എ ബി ഈക്വൽ ടു അടുത്ത കോസ് ബി പറയുമ്പോൾ, കോസ് ബി എന്ന് പറയുമ്പോൾ അഡ്ജസൻ്റ് സൈഡ് ആരാണ്? ബി സി ആണ്. അപ്പോൾ ബി സി ബൈ ഹൈപ്പോട്ടനൂസ് ആരാണ്ട? എ ബി ആണ്. അപ്പോൾ നമ്മുടെ രണ്ട് പാർട്ടിലും, അതായത് ഒരു ഈക്വൽ സിമ്മിന് ലെഫ്റ്റും റൈറ്റും എന്താണ്? 2 ഫ്രാക്ഷൻ ഉണ്ട്. അതിലെന്താണ്? എ ബി എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഈ എ ബിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ക്യാൻസൽ ചെയ്യാം. എ ബി കൂടെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എ സി ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. അപ്പോൾ എ സി ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ ട്രയാങ്കിൾ എ ബി സി ആണ്. അതിൽ എ സി എന്ന് പറയുമ്പോൾ ഏതാണ്ട് എ സി ഈ ഒരു സൈഡാണല്ലേ? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും അടുത്ത ബി സി എന്ന് പറയുന്ന ഈ 2 സൈഡും എന്താണ്ട? ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്ട? ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ട്രയാങ്കിൾ എ ബി സി എന്താണ്? ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ ആണിത്? ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ് ഈക്വൽ ആയാൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് മാത്രമല്ല ഈക്വൽ ആയിട്ട് വരുന്നത്. എന്താ? 2 ആംഗിളും ഈക്വൽ ആയിട്ട് മാറും. അതായത് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും എന്തായിരിക്കും ഇവിടെ? സെയിം ആയിരിക്കും. ദെയർഫോർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഇഫ് കോട്ട് തീറ്റ ഈക്വൽ ടു 7/8 അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെങ്കിലും ഈ ഒരു പാർട്ടിൽ മാത്രമാണ് നമുക്കെന്താണ് ഇത്ര ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ടഫ് ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ചാപ്റ്റർ മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ ഈസി പാർട്ടായിട്ട് മാറും. ഇതിൽ കോട്ട് തീറ്റയുടെ വാല്യൂ 7/8 ആണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു 8/7 ആയിരിക്കും. അതിൽ ഡൗട്ടില്ലല്ലോ. കോട്ട് തീറ്റ 7/8 ആണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? 8/7 ആയിരിക്കും. ഞാൻ എന്താണ് ഇതിനെ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. തീറ്റയുടെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? ഈ സൈഡ് 8ഉം അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സൈഡ് എന്തായിരിക്കും? 7ഉം ആയിരിക്കും. ഇത് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈപ്പോണൂസ് കണ്ടുപിടിക്കാം. ഹൈപ്പോണൂസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹൈപ്പോണൂസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ബേസ് ആരാണ്? 7 ആണല്ലേ. ഇപ്പോൾ 7ൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? 8 ആണ്. 8ൻ്റെ സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 പ്ലസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 64. ദെൻ 64 ഈക്വൽ ടു 113. നമുക്ക് ഹൈപ്പോണൂസ് മതി. അപ്പോൾ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് 113 113 എന്താവും. അപ്പോൾ ഹൈപ്പോണൂസ് നമുക്ക് കിട്ടി. ഇതാണ് റൂട്ട് 113 അതെത്തി. അപ്പോൾ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇനി ബാക്കി കുറച്ച് പോർഷൻ ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഞാൻ റബ്ബ് ചെയ്ത് കളയാണ്. ഓക്കെ, കാരണം നമുക്കിത് അറിയാം എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ ആ കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അതായത് ബേസ് അറിയാം, ആൾട്ടിറ്റ്യൂഡ് അറിയാം, ഹൈപ്പോണൂസ് ഇപ്പോൾ അറിയാം, റൂട്ട് 113 എന്നറിയാം. നമുക്കിനി ഇവിടെ ആവശ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എന്താണ്ടാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. ആൻസർ എന്തായിരിക്കും? 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. താഴെയാണെങ്കിലോ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ആൻസർ എന്തായിരിക്കും? 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. നമുക്കിനി ഇതിൽ വാല്യൂസ് അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു എക്സസൈസ് കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനെ കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ട് ഒരൊറ്റ ഉത്തരത്തിൽ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് അത് പറ്റില്ല. നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? 1 മൈനസ് നമുക്കിവിടെ ആരും അതിന് കണ്ടുപിടിക്കണം? സൈൻ തീറ്റയും കോസ് തീറ്റയും. നമുക്ക് നമ്മുടെ ഈ ഒരു ഫിഗറിലേക്ക് വരാം. ഇവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റയുടെ ഓപ്പോസിറ്റ് ആരാണ്ടാ? 8ഉം ഹൈപ്പോണൂസ് ആരാണ്? റൂട്ട് 113 ഇനി കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോണൂസ് അല്ലേ. തീറ്റയുടെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് ഏതാണ്? 7ഉം ഹൈപ്പോണൂസ് ആരാണ്ടാ? റൂട്ട് 113 അല്ലേ. ഇപ്പോൾ 1 മൈനസ് സൈൻ തീറ്റയ്ക്ക് വരെ എനിക്ക് ആരെ കൊടുക്കാം? 8/√113 ഓൾ സ്ക്വയർ ബൈ താഴെയും 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? 7/√113 ഓൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറിനെ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കാം. ഇപ്പോൾ 1 മൈനസ് 8ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 64 ബൈ റൂട്ട് 113 അതിൻ്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ എന്താവും? റൂട്ട് എക്സിൻ്റെ സ്ക്വയർ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ള? എക്സ് അല്ലേ. ഇവിടെ ബാക്കി ആര് മാത്രം വരും? 113 മാത്രം വരും. താഴെ അതുപോലെ തന്നെയാണ് 1 മൈനസ് ഈ സ്ക്വയർ 7 കൊടുക്കുമ്പോൾ എന്താവും? 49 ബൈ എന്താണ്? ഈ സ്ക്വയർ റൂട്ട് 13 കൊടുക്കുമ്പോൾ എന്താവൂടാ? റൂട്ട് 113 കൊടുക്കുമ്പോൾ അതും എന്താവും? 113 എന്നാവും. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ. 1 1/1 എന്ന് എഴുതാം. 1 ഇൻറ്റു 113 എന്താണ്ടാ? 113 മൈനസ് 1 ഇൻറ്റു 64
ഓൾ ഡിവൈഡഡ് ബൈ 1 × 43 എത്രയാണ്ടാ 43 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 1 × 113 മൈനസ് 1 × 49 ബൈ 1 × 130 ഇവിടെ സോറി കേട്ടോ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരും ഇവിടെ 43 അല്ല 113 ആണ് ഒരു മിസ്റ്റേക്ക് പറ്റി അവിടെ സോറി ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററുള്ള 113ഉം 113 കൂടെ ക്യാൻസൽ ചെയ്യാം ബാക്കി നമുക്ക് എന്ത് കിട്ടും മുകളിൽ 113 മൈനസ് 64 ആൻസർ എന്ത് കിട്ടും നമുക്ക് 49 എന്നും അടുത്ത 113 മൈനസ് 49 നമുക്ക് എന്ത് കിട്ടും ആൻസർ 64 എന്ന് കിട്ടും ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആൻസർ 49/49 എന്താണ്ട 64 എന്ന് കിട്ടും 49/64 നെക്സ്റ്റ് നമുക്ക് അടുത്ത വേണ്ട എന്താണ്ട കോഡ് സ്ക്വയർ തീറ്റ എന്താണ്ട കോഡ് സ്ക്വയർ തീറ്റ അതാണ് നമുക്ക് അവിടെ അടുത്ത ക്വസ്റ്റ്യൻ കോഡ് സ്ക്വയർ തീറ്റയും വളരെയധികം ഈസിയാണ് സൈൻ തീറ്റ 8π അല്ലേ എടാ കോഡ് സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് നിങ്ങളുടെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ തൽക്കാലം നിങ്ങളിങ്ങനെ പഠിച്ചു വയ്ക്കുക കോഡ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ടത് കോഡ് സ്ക്വയർ തീറ്റയാണ് അപ്പോൾ കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഓൾ സ്ക്വയർ ഓക്കെ അതിൽ കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ് കോസ് തീറ്റ 7/√130 ഹോൾ സ്ക്വയർ സോറി അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എടാ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് തീറ്റ 7/√130 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ് 8/√113 ഹോൾ സ്ക്വയർ ഓക്കെ ഇവിടെ ഈ ഡിനോമിനേറ്റർ രണ്ടും എന്ത് ചെയ്യാം നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി നമുക്ക് എന്ത് കിട്ടും 7/8 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഈ സ്ക്വയർ നമ്മൾ 7-നും കൊടുക്കും അതുപോലെ 8-നും കൊടുക്കും 7ൻ്റെ സ്ക്വയർ എത്രയാണ്ടാ 49ഉം 8ൻ്റെ സ്ക്വയർ 64 ആണ് രണ്ടിൻ്റെയും നമുക്ക് ആൻസർ അങ്ങനെയാണ് കിട്ടുന്നത് 89 എന്താണ് 64 അത് തമ്മിൽ വലിയൊരു റിലേഷനൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവരും ഗുഡ് ബൈ